ഒരാ മനുഷ്യൻ്റെ ഹക്കും ഭക്ഷിച്ചിട്ടില്ല. ഒരു ഉറപ്പിച്ച് വേണ്ടേനും. ഈ ദിവസം പല കരഞ്ഞു കലങ്ങിയ കണ്ണുകളുള്ള അമ്മമാരുടെയും ഉമ്മമാരുടെയും എല്ലാം മുഖത്ത് പുഞ്ചിരി വിടർന്ന ദിവസമാണ്. അത് നമ്മുടെ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ കരങ്ങളാൽ. തങ്ങൾ സമൂഹത്തിൽ എന്തു ചെയ്യുന്നു, തങ്ങൾ സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞവരെല്ലാം ഈ കാര്യങ്ങൾ ഒരിക്കലും കാണുകയില്ല. ഇന്ന് നൂറെ ഹബീബി ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സമൂഹ വിവാഹത്തിൽ 15 മുസ്ലിം കുട്ടികൾക്കും 5 ഹിന്ദു പെൺകുട്ടികൾക്കുമാണ് ജീവിതം കിട്ടിയത്. ഇതല്ലേ തങ്ങൾ? പിന്നെ യൂട്യൂബിൽ റീച്ചുണ്ടാക്കാൻ വേണ്ടി തങ്ങളെ കുറ്റം പറയുന്നവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർക്ക് അവരുടെ കീശ വീർപ്പിക്കണം. പക്ഷേ അത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരൊന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. തങ്ങൾക്ക് നിങ്ങളുടെ വാക്കിനാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ കഴിയുന്ന പാവപ്പെട്ടവർക്കാണ് വലിയ വിനയാകുക. തങ്ങളെ ഒരിക്കലും ദ്രോഹിക്കല്ലേ. തങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമാണ്. ഈ വേളയിൽ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളാരെങ്കിലും ഇവിടെ സംഭാവന നൽകാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ തരേണ്ടതില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത്. കാരണം ആവശ്യത്തിൽ കൂടുതൽ പണം ഇപ്പോൾ ഉണ്ടെന്നും ഇനി നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടതില്ലെന്നും തങ്ങൾ പറഞ്ഞത്. തങ്ങൾക്ക് പണത്തിനോട് ആർത്തിയുണ്ടായിട്ടും തങ്ങളുടെ പേരിൽ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുവാനുള്ള ആശയുണ്ടായിട്ടുമാണ്. തങ്ങൾ ഇത്തരത്തിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും തങ്ങളെ പുകഴ്ത്തേണ്ടതാണ്. അഹ്ലുബൈത്തിനെ നാം സ്നേഹിക്കണേ, അത് വാജിബ നമുക്കൊക്കെയും. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് തുല്യത 1 വർഷത്തെ ഇബാദത്തും നിൽക്കാത്തതാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാണ് പറഞ്ഞത്. അവരോട് സ്നേഹമുള്ളവർക്കാണ് കാലിൻ്റെ ഉറപ്പ് സിറാത്തിലും എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ളതാ, അത് ദൈലമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. അവർക്കുള്ള ഹക്കറിയാതെ വന്നാൽ പിന്നെ നിനക്കുള്ള അമലിനെന്താ ഫലം പൊന്നെ. അവരോട് ഹുബ്ബില്ല കൽബിൽ ഈമാനുമില്ലെന്നാണ് തിരുവചനവും. ഖുർആനിൽ സ്തുതിച്ച ശ്രേഷ്ഠത പോലെയോ അഹ്സാബ് സൂറത്ത് നോക്കിയാൽ കാണുന്നത്. ഇവരെ സ്തുതിക്കാത്ത മിമ്പർ എവിടെയാണുള്ളത്? പറയാത്ത നിസ്കാരങ്ങൾ ഏതാണുള്ളത്? ഇതുപോലെ യത്തീമിൻ്റെ വിശപ്പകറ്റാനും പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാനും വേണ്ടി തങ്ങൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോ വാക്കുകൾ കാരണം തങ്ങൾ ഇന്ന് വേദിയിൽ പറഞ്ഞ ഒരു കാര്യം, ആരും കാശൊന്നും ഇപ്പോൾ നൽകണ്ട എന്നത്. ആ കാശെല്ലാം തങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ തങ്ങൾ അത് മറ്റു പല പാവപ്പെട്ടവർക്ക് ചെലവാക്കേണ്ട സാഹചര്യമാണ് നിങ്ങൾ മൂലം നശിച്ചു പോകുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. നിർത്താൻ സമയമായില്ലേ തങ്ങളെ മേലുള്ള വിമർശനങ്ങൾ? അപ്പം നല്ലത് പറയുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടാവില്ല. ഞാനൊരു വീഡിയോ കണ്ടു. ഒരു വീഡിയോ എന്നെ വിമർശിക്കാൻ വേണ്ടി ഒരാൾ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എതിരെ വീഡിയോ ഇട്ടിക്കണായിരുന്നു. അത് സാറില്ല, നിങ്ങൾ ഇട്ടോളിന്ന് പറഞ്ഞു. ഒരൊറ്റ വാക്ക് മൂപ്പർക്ക് വിഷമമായി. ഒരൊറ്റ വാക്ക്, എന്താ തങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കാതെ നിങ്ങൾ ചിരിച്ചിട്ട്. എൻ്റെ ഇപ്പാപ്പ അങ്ങനെ പഠിപ്പിച്ചിരിക്കണായിരുന്നു, നമ്മളെ വലിയപ്പ അങ്ങനെ പഠിപ്പിച്ചിരിക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് നല്ല ഖൽബ് അല്ലാഹു കൊടുക്കട്ടെ. വിമർശിക്കുന്നവർക്ക് അള്ളാഹു നല്ല ഖൽബ് കൊടുക്കട്ടെ. ഒന്നും എനിക്ക് പറയാനില്ല, എനിക്ക് ഇത്ര പറയുള്ളൂ നിങ്ങളോട്, ഇത്ര പറയുള്ളൂ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാ മനുഷ്യൻ്റെ ഹക്കും ഭക്ഷിച്ചിട്ടില്ല, ഒരു ഉറപ്പിച്ച് വേണ്ടേനും.